ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. രാവിലെ തന്നെ എണീറ്റ് പുറത്ത് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റാണ്. രാവിലെ എണീക്കുന്നത് തന്നെ ഞാനൊന്ന് പ്രാർത്ഥിക്കും. അത് കുറച്ച് നാളായിട്ട് ശീലമുള്ളതാണ് കേട്ടോ. പിന്നെ ബൈബിൾ എടുത്ത് വായിക്കും. അതിൽ കിട്ടുന്ന നല്ല വചനങ്ങളുണ്ടാവും, ചീത്തതും കാണും. പക്ഷേ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഞാൻ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ ഇതുപോലെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് വെള്ളം കുടിക്കുന്നൊരു ശീലമുണ്ട്. കാരണം അത്യാവശ്യം ചൂടുണ്ടായിരുന്നല്ലോ കുറച്ച് നാളായിട്ട്. അപ്പോൾ അത് വെള്ളം കുടിച്ചു. പിന്നെ ഡിക്രുവിനച്ച പുറത്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി നമ്മൾ നടക്കാൻ പോകുന്നുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട്. ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വണ്ടിക്കാണ് പോകുന്നത്. ഹെൽമെറ്റൊക്കെ വെച്ച് ഇവിടുന്ന് പോകുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത നല്ല ക്ലൈമറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ദൂരം പോയപ്പോൾ ഇതുപോലെ നല്ല മഞ്ഞായി, നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ ചെറുതോണി പാലത്തിലൂടെ കുറച്ച് നേരം നടക്കും കേട്ടോ. ഇത് അത്യാവശ്യം പ്രളയത്തിൻ്റെ സമയത്ത് എല്ലാവർക്കും അറിയാവുന്ന പാലമായിരിക്കും. അത് കഴിഞ്ഞിട്ട് നിർമ്മിച്ച പുതിയ പാലമാണ്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ മഞ്ഞൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വന്നത് ഇടുക്കി ഗ്രൗണ്ടിലേക്കാണ് കേട്ടോ. ഇത് മഹേഷിൻ്റെ പ്രതികാരം ഗ്രൗണ്ട് എന്നറിയപ്പെടുന്ന സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത്. പിന്നെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി എല്ലായിടത്തും ബാഗ പൂത്ത് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. രണ്ട് സൈഡിൽ ബാഗയൊക്കെ പൂത്ത് നിൽക്കുന്നു. രാവിലത്തെ മഞ്ഞും എല്ലാം. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പം നടക്കാൻ പോകാനൊക്കെ അത്യാവശ്യം ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ വന്നതേ തന്നെ ഒരു ചായയൊക്കെ കുടിച്ച് ഒരു സ്നാക്സ് എടുത്തപ്പോൾ ഇവിടെ വന്ന് നോക്കിയിരിക്കുന്നതുകൊണ്ട് അവൾക്ക് ഒരെണ്ണം കൊടുത്തു. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഭയങ്കര ലൈറ്റായിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറുമ്പുല്ല്, അതുപോലെ തന്നെ നുറുക്ക് ഗോതമ്പാണ്. അതൊക്കെ ജസ്റ്റ് പുറത്തേക്കാൾ നടന്ന് ഞങ്ങളുടെ ചെടിയൊക്കെ നോക്കി അതും കഴിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് സെറ്റാക്കി. അതിൻ്റെ കൂടെ രാവിലെ പറമ്പിൽ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ടുള്ള പേരയ്ക്ക കിട്ടി. അപ്പം അതും കൂടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും രണ്ടെണ്ണം കഴിച്ചു. പിന്നെ പെട്ടെന്നൊരു മഴ അങ്ങ് പെയ്തു. അപ്പോൾ പിള്ളേരുടെ കൂടെ കുറച്ച് നേരം കഴിച്ചു. പിന്നെ കുറച്ച് നാളായിട്ട് ഞാനിവിടെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോമിൽ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ ചെന്ന് അമ്മമാരുടെ അടുത്ത് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞതാ കുഴിയാനേനെ കാണിച്ചിരുന്നത്. പിന്നെ ഫുഡ് ഞാൻ സാധാരണ അവിടെ നിന്നാണ് കഴിക്കുന്നത്. പക്ഷേ ഇന്ന് വീട്ടിൽ വന്നാണ് ഫുഡ് കഴിച്ചത്. പിന്നെ ഇവിടെ പപ്പായ ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് ഇത്രയും രീതിയിൽ കഴിക്കുന്നതാട്ടോ ഇഷ്ടം. അത്യാവശ്യം പഴുക്കാത്തതും മീഡിയം രീതിയിൽ. പിന്നെ രാത്രി വന്ന് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഓക്കെ, ബൈ.